ഷൈൻ ടോം ചാക്കോ ചാടി ഓടി മുങ്ങി ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ന്യൂസിൽ കാണുന്ന ഒരു സംഭവമാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, കുറച്ച് നാൾക്ക് മുമ്പ് കൊക്കേൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലാറ്റിൽ വെച്ച് പിടിച്ച സംഭവം ഇതുപോലെ ന്യൂസും കേസും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഈ കുറച്ച് നാൾ മുമ്പാണ് വേറൊരു കേസ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, എന്തൊക്കെ സംഭവങ്ങളാണല്ലേ, അതൊക്കെ വളരെ കൂളായി ഡ്രഗിനെ പറ്റിയൊക്കെ ഇങ്ങനെ അതൊക്കെ ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ആർക്കും ഉപയോഗിക്കുക, അതൊക്കെ അവരുടെ സ്വന്തം തീരുമാനം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി പറ്റും. ലഹരിനെ ഭയങ്കര സിമ്പിളായിട്ട് പറയുന്ന ഒരു സ്റ്റൈൽ അദ്ദേഹത്തിനുണ്ട്. ചില ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര വൾഗറാണ് കേട്ടോ. പെൺപിള്ളേരോടൊക്കെ എന്ത് മോശമായിട്ട് ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ. എനിക്ക് ഷൈൻ ടോം ചാക്കോയോടും അദ്ദേഹത്തെ പോലെയുള്ള സെലിബ്രിറ്റീസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആൾക്കാരെ വഴിതെറ്റിക്കുകയാണ്. നമ്മുടെ നാട് ഒരു യുദ്ധത്തിലാണ്, ലഹരിക്കെതിരായ യുദ്ധത്തിലാണ്. പല ചെറുപ്പക്കാരും അവരുടെ ജീവിതം തകർന്നു പോകുന്നതിന്, അവരുടെ മാനസിക ആരോഗ്യം തകർന്നു പോകുന്നതിന് കാരണമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലഹരി. അവിടെ നിങ്ങൾ വഴിതെറ്റിക്കുന്നവരാണ്. ഇതത്ര നിസ്സാര കാര്യമല്ല. എനിക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് പറയാനുള്ളത്, ബി എ റെസ്പോൺസിബിൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മീഡിയയിൽ സിനിമാ താരമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഫെയിമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഇൻഫ്ലുവൻസറാണ്. അത്ര നിസ്സാര കാര്യമല്ലത്. നിങ്ങൾ ഒന്നുകിൽ ആൾക്കാരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാഡായി നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് അതൊരു റെസ്പോൺസിബിൾ ജോബാണ്. പല ചെറുപ്പക്കാരും അവർ ലഹരിയിലേക്ക് പോകുമ്പോൾ അവരത് ശരിയാണോ തെറ്റാണോ, പോകാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള അവരുടെ മനസ്സിൽ ചിന്ത വരും. ആ സമയത്ത് അവർ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇന്നയാൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇന്നയാൾക്ക് അത് എങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ പല ആൾക്കാരും ഉണ്ടല്ലോ, ഇങ്ങനെ പല മാതൃകകൾ അല്ലെങ്കിൽ മോഡൽസ് ഉണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് അവർ അത്തരം നെഗറ്റീവായ കാര്യത്തിലേക്ക് പോകുന്നത്. നിങ്ങളും അതിൻ്റെ ഒരു കാരണമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ആകാമെന്ന് പറഞ്ഞാൽ തമാശ കളിയല്ല, അതൊരു റെസ്പോൺസിബിൾ ജോബാണ്. അത് നിങ്ങളെപ്പോലെയുള്ള എല്ലാ സെലിബ്രിറ്റികളും മനസ്സിലാക്കി ഇരിക്കണം. അത് പറ്റുന്നില്ലെങ്കിൽ ഈ പണി എടുക്കരുത്. സ്വകാര്യമായി ചെയ്യുന്ന എത്രയോ ജോലികളുണ്ട്, ആൾക്കാർ ആരും അറിയപ്പെടാതെ. നിങ്ങൾക്ക് അതൊക്കെ തിരഞ്ഞെടുത്തുകൂടെ? പക്ഷേ നിങ്ങളൊരു സിനിമയിൽ ഒരു മീഡിയ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ബി റെസ്പോൺസിബിൾ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, ഒരു തെറാപ്പിസ്റ്റിൻ്റെ മുന്നിലിരുന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ഈ ലഹരിയെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകളൊക്കെ ഭയങ്കര കറക്റ്റാണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഓക്കെയാണ്, നിങ്ങളുടെ ഹാബിറ്റ് അതൊക്കെ അടിപൊളിയാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, തെറ്റാണിത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നത് നിങ്ങളുടെ ഒരു കുഴപ്പമാണ്. അത് നിങ്ങളൊന്ന് ക്ഷമയോടെ ഒരു സൈക്കോളജിസ്റ്റിന് മുന്നിലിരുന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റും. ഇത് ഒരു സൈലൻറ്റ് പോയിസണായി നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ തകർക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഒരു ഇൻഫ്ലുവൻസ് എന്ന നിലയിൽ അവരുടെ ജീവിതവും തകർക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും നിങ്ങളൊരു സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം. അതിന് എന്തോ നല്ല സെൻറ്ററുകളെന്നറിയോ നമ്മുടെ കേരളത്തിലുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഒക്കെ ഉണ്ട്. അവരോട് സംസാരിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളൊന്ന് സമയമെടുത്ത് ചിന്തിച്ചേ, ഇതിനകത്ത് കുറേ തെറ്റുകളുണ്ട് നിങ്ങളുടെ ധാരണയിൽ, നിങ്ങളുടെ ബിലീഫിൽ. നിങ്ങൾക്ക് ഇതിൽ ബെറ്റർ ആവേണ്ട, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിലൊക്കെ മാറ്റം വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത്, റാഷണലൈസ് ചെയ്ത്, ഗ്ലോറിഫൈ ചെയ്ത് നിങ്ങളുടെ ജീവിതവും കളയരുത്, മറ്റുള്ളവർക്ക് നിങ്ങൾ ദുർമാതൃകയും ആവരുത്. മൂന്നാമത്തെ കാര്യം, ഈ ഡ്രഗ്സും ലഹരിയും ഒന്നും ഇല്ലാത്ത ഒരു ലൈഫ് കുറച്ച് നാൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ അറിയാം ലൈഫ് എന്ത് രസമാണെന്ന്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നലുണ്ടാവും, ഈ ഡ്രഗ്സും ലഹരിയൊക്കെ ഉപയോഗിച്ചാലേ ഒരു ക്രിയേറ്റിവിറ്റി വരുള്ളൂ, പ്രൊഡക്റ്റീവ് ആവുകയുള്ളൂ, ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളൂ, റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെയാണ് പല ആൾക്കാരും കരുതുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ച് ചെറുപ്പക്കാർ എവിടെയെങ്കിലൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുപ്പി ഇല്ലാതെ പറ്റില്ല എന്നൊരു കണ്ടീഷനുണ്ട്, അല്ലെങ്കിൽ ഒരു സ്മോക്ക്. ഇനി ഒരു ഗെറ്റ് ടുഗദറൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വേണം. ഒരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരു കുപ്പി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലഹരി വേണം. ഈ ലഹരി ഇല്ലാത്ത സന്തോഷിക്കാൻ, ആഘോഷിക്കാൻ നമുക്കിപ്പോൾ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ബിലീഫാണ്, റോങ് ബിലീഫ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ നോക്കിക്കേ, ലഹരിയോ സബ്സ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഒരു ലൈഫ്. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ഈ സബ്സ്റ്റൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ, സന്തോഷിക്കാൻ, ആഘോഷിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയാൻ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാക്ടീസ് എ ലൈഫ് വിത്തൗട്ട് ഡ്രഗ് ഓർ എനി സബ്സ്റ്റൻസ്. ഒരാളെ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ലഹരി എന്ന് പറയുന്നത് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു ഭീകര അക്രമം പോലെയാണ് ലഹരി. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം തന്നെ കുറേ നാളുകളായി ഇത്തരം വാർത്തകളും കേസുകളും ഒക്കെ നടക്കുന്നു. പക്ഷേ ഇന്നും അദ്ദേഹം ഇൻഡസ്ട്രിയിൽ ആക്റ്റീവാണ്, സിനിമ നടനാണ്, പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് പേരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി പറയാതിരിക്കാൻ വയ്യ. ലഹരി നാടും നമ്മുടെ ജീവിതവും ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിനെ നമ്മൾ കൈകാര്യം ചെയ്താൽ പറ്റുള്ളൂ.